എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏലകൃഷിയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു വൈറൽ രോഗത്തെ പറ്റിയാണ്. കറ്റെ വൈറസ്, മൊസൈക്ക്, അതുപോലെ ചേനത്തണ്ടൻ എന്ന പേരിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വൈറൽ ഡിസീസാണ് മൊസൈക്ക് വൈറൽ ഡിസീസ്. ഒരു 10-15 വർഷം മുന്നേ ഏലകൃഷി ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഈ ഒരു മൊസൈക്ക് വൈറസിൻ്റെ അറ്റാക്ക് കാണാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചില മേഖലകളിൽ മാത്രമാണ് മൊസൈക്ക് വൈറസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മൊസൈക്ക് വൈറൽ ഡിസീസും അതുപോലെ തന്നെ മറ്റ് ഫംഗൽ അല്ലെ ബാക്ടീരിയൽ അതുപോലെ തന്നെ നിമറ്റോഡ് ഡിസീസുകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസ് എന്ന് പറയുന്നതിന് സ്വന്തമായിട്ടൊരു ശരീരമില്ല. ഇത് ഏത് ചെടിയിലാണോ പ്രവേശിക്കുന്നത് ആ ചെടിയുടെ കോശങ്ങളെയാണ് ശരീരമായിട്ട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ചെടിയുടെ കോശങ്ങളെ ശരീരമായിട്ട് സ്വീകരിക്കുകയും ചെടികൾ നൽകുന്ന നിർദ്ദേശങ്ങളെ മാറ്റി അതിന് പകരമായിട്ട് ഈ വൈറസുകൾ നിർദ്ദേശം നൽകുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണ നമുക്ക് ഈ കൊറോണ പോലുള്ള വൈറൽ ഡിസീസുകളൊക്കെ മനുഷ്യന് വന്ന സമയത്ത് ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ ഈ അസുഖം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വൈറസുകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതേ സാഹചര്യം തന്നെയാണ് ഏലച്ചെടിയെ സംബന്ധിച്ചും. ഒരു വൈറൽ ഡിസീസ്, ഇപ്പോൾ മൊസൈക്ക് വൈറസ് ഏലച്ചെടിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഏലച്ചെടികളുടെ കോശങ്ങളെ നശിപ്പിക്കാതെ ഈ വൈറസുകളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ആകെപ്പാടെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുക, ചെടികൾക്ക് ഈ വൈറസിനെ തിരിച്ചറിയാനുള്ള കഴിവ് നൽകുകയും ചെടികൾ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുകയും എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാർഗം. അപ്പോൾ ഈ ചേനത്തണ്ടൻ്റെ അതായത് മൊസൈക്ക് വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടായ ചെടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെടികളിലെല്ലാം ചേനയുടെ തണ്ടിലുണ്ടാകുന്ന വരകൾ പോലുള്ള വരകൾ ചെടികളുടെ തട്ടയിലും അതുപോലെ തന്നെ ഇലകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മൊസൈക്ക് ഡിസീസിൻ്റെ അറ്റാക്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് മണ്ണിലൂടെയോ അന്തരീക്ഷത്തിലൂടെയോ ഒന്നും പകരുന്ന അസുഖമല്ല. ഇതിനെ പകർത്തുന്നത് ബനാന ആഫിഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയാണ്. ഈ ജീവി ഒരു രോഗം ഉള്ള ഒരു ഏലത്തിൽ വന്നിരിക്കുകയും അവിടെ നിന്ന് ഈ വൈറസിനെ വഹിച്ചുകൊണ്ട് മറ്റൊരു ഏലത്തിൽ പോയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രോഗം പകരുന്നത്. ഇത് മണ്ണിലൂടെയോ വേരിലൂടെയോ തട്ടകളിലൂടെയോ ഒന്നും പകരുകയില്ല. അപ്പോൾ ഈ രോഗം ബാധിച്ച ചെടികളിൽ നിന്നും മറ്റ് ചെടികളിലേക്ക് ഈ രോഗം പകരാതിരിക്കാൻ വേണ്ടി ഈ ചിത്രത്തിൽ കാണുന്ന ബനാന ആഫിഡ് നിങ്ങളുടെ തോട്ടത്തിലുണ്ടെങ്കിൽ ഇതിനെ കീടനാശിനികൾ കൊണ്ട് നിയന്ത്രിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് ഒരു ചെടികളിൽ നിന്ന് മറ്റൊരു ചെടികളിലേക്ക് ബാധിക്കുന്നതിനെ നമുക്ക് തടയുവാൻ സാധിക്കും. ഈ രോഗം വരുന്നത് ചെടികളുടെ ഏർലി സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ ചെടി പൂർണ്ണമായും നശിച്ചു പോകുവാനാണ് സാഹചര്യം. എന്നാൽ ചെടികൾക്ക് പ്രായമായതിനു ശേഷം 1-2 വയസ്സ് ആയതിനു ശേഷമാണ് രോഗം വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചെടികൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. ഇങ്ങനെ കറ്റെ വൈറസിൻ്റെ അറ്റാക്കുള്ള ചെടികൾ നിങ്ങളുടെ തോട്ടത്തിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഏക പ്രതിവിധി. ഈ ബനാന ആഫിഡ് രോഗം പടർത്തുന്നത് പോലെ തന്നെ രോഗം പടരുവാനുള്ള മറ്റൊരു സാഹചര്യമാണ് രോഗമുള്ള ഒരു തട്ട നമ്മൾ എടുത്ത് മറ്റൊരു തോട്ടത്തിൽ നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നത് രോഗം പടരുവാൻ ഇടയാക്കും. സാധാരണ ഈ ഒരു ബനാന മൊസൈക്ക് വൈറസ് ഒരു ചെടികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സിംറ്റം തരണമെന്നുണ്ടെങ്കിൽ ഒരു 20 മുതൽ 120 ദിവസം വരെ എടുക്കും. ഇപ്പോൾ ഒരു മൊസൈക്ക് വൈറസ് പ്രവേശിച്ചിട്ടുള്ള ഒരു ചെടി നമ്മൾ തിരിച്ചറിയാതെ ഇത് കൊണ്ടുവന്ന് മറ്റൊരു തോട്ടത്തിൽ നമ്മൾ നടുകയാണ് എന്നുണ്ടെങ്കിൽ ആ തോട്ടത്തിലേക്ക് ഈ ഒരു രോഗം വരുവാനുള്ളൊരു സാഹചര്യമുണ്ട്. ഈ ഏലകൃഷിയെ സാധാരണ ബാധിക്കുന്നത് ഈ മൊസൈക്ക് വൈറസ് മാത്രമല്ല, മറ്റ് 2 വൈറസ് കൂടി ഏലകൃഷിയെ ബാധിക്കും. അതിനെ നമ്മൾ നീലഗിരി നെക്രോസിസ് അഥവാ കാടമൻ നെക്രോസിസ് എന്നൊരു അസുഖവും അതുപോലെ തന്നെ കൊക്കെ കാണ്ടു അല്ലെങ്കിൽ കാടമൻ വെയിൻ ക്ലിയറിംഗ് എന്നൊരു വൈറൽ ഡിസീസും സാധാരണഗതിയിൽ ഏലകൃഷിയെ ബാധിക്കും. എന്നാൽ ഇടുക്കി ജില്ലയിലോ കേരളത്തിലോ ഈ 2 രോഗങ്ങളും സാധാരണയായി കാണാറില്ല. ഇത്
തമിഴ്നാട്ടിലും കർണാടകയിലും ഏലകൃഷി ചെയ്യുന്നിടത്താണ് ഈ രോഗങ്ങൾ കാണാറുള്ളത്. ഇടുക്കി ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവന്നിരുന്ന ഈ മൊസൈക്ക് വൈറസ് എന്നാൽ ഇപ്പോൾ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് കാണുന്നത്. ഇതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ ബനാന ആഫൈഡ് എന്ന് പറയുന്ന രോഗം പരത്തുന്ന വെക്ടർ നശിച്ചു പോയതാകാം. ഇതൊരുപക്ഷെ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ ബനാന ആഫൈഡ് കുറഞ്ഞു വന്നത് ഈ രോഗം ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പടരുന്നത് കുറച്ചു. ഇതൊരുപക്ഷെ ഈ രോഗം വളരെ കൺട്രോളിൽ നിൽക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോഴും രോഗം നിലനിൽക്കുന്നത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കണിപറമ്പൻ ചെടികളിലാണ് കൂടുതലായും ഇപ്പോൾ മൊസൈക്ക് ഡിസീസ് കാണുന്നത്. അങ്ങനെ മൊസൈക്ക് ഡിസീസ് കാണുന്ന ചെടികൾ നിങ്ങൾ പറിച്ച് നശിപ്പിച്ച് കളയുകയും അതുപോലെ തന്നെ ഈ ബനാന ആഫൈഡിനെ നശിപ്പിച്ചു കൂടി കളയുന്നത് നിങ്ങൾക്ക് ഈ മൊസൈക്ക് വൈറസിനെ പ്രതിരോധിച്ച് നിർത്തുവാൻ സഹായിക്കും. അപ്പോൾ ഏലകൃഷിയിൽ ഉണ്ടാകുന്ന വൈറൽ ഡിസീസുകളെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഏലകൃഷി സംബന്ധമായും കൃഷി സംബന്ധമായും വീഡിയോകൾ കാണുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.